വിസേന്റെ പൈസ ഒക്കെ ഞമ്മക്ക് എന്തെങ്കിലും ആക്കാം. ആ എത്ര ശമ്പളം? 40,000 ഉറുപ്പ്യോ? എനിക്ക് അതല്ലടോ, മൂസക്കായനതൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണ്ടേ. മൂപ്പർക്കാണെങ്കിൽ പൈസ ഉണ്ടാക്കാനൊന്നും ഒരു താല്പര്യവും ഇല്ല. ഗൾഫിൽ കാണാൻ പോകുന്ന എനിക്ക് ഒരു ഉറപ്പും ഇല്ല. ആ ശരി. ആ മൂസക്കായനൊന്ന് വിളിക്കട്ടെ. ഹലോ മൂസക്കായേ. ഹലോ, നിങ്ങൾ എവിടാ ഉള്ളത്? ഞാൻ അങ്ങാടിയിലുണ്ടടി. നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരുവോ? ഞാൻ മീൻ വിറ്റോണ്ടിരിക്കല്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വരി. എന്താണ് പത്തോ കാര്യോ? ഒരു വിശേഷം പറയാനുണ്ട്. എന്ത് വിശേഷം? ഇങ്ങനെ ഫോണിൽ കൂടെ പറയാനൊന്നും പറ്റൂല, നേരിട്ട് പറയേണ്ട വിശേഷ. എന്താണ് പത്തോ ഈ പറയണ? വയസ്സെടുത്ത് ഇനിയും വിശേഷോ? മൂത്ത കുട്ടിക്ക് 18 വയസ്സായില്ലേ? നിങ്ങളൊന്ന് പോയായിരുന്നീ. അതൊന്നും അല്ല, നിങ്ങളൊന്ന് വേഗം ഇങ്ങോട്ട് വരി. എന്നാ ഞാൻ എന്താ വരുന്നേ? ആ മനുഷ്യനൊന്ന് സമ്മതിച്ചാ മതിയേനു. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. ദാ നിങ്ങൾ എല്ലാരും ഒന്ന് പ്രാർത്ഥിക്കണേ. 40,000 ഉറുപ്പ്യ ശമ്പളം. ഞമ്മള് രക്ഷപ്പെടും. പഠിച്ചോനേ, മൂപ്പര് സമ്മതിച്ചാ മതിയായിനു. വന്ന് എന്തേ പത്തുവോ? ഒരു വിശേഷം ഉണ്ട്. എന്താ വിശേഷം കൊണ്ട് പറയ്. നിങ്ങളൊന്ന് ഇങ്ങോട്ട് നിക്കി, ഒന്ന് കാണട്ടെ. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റേണ്ടി വരൂ. ആ പുതിയ കുപ്പായ ഇടണോ, മുണ്ട് മാറ്റണോ, പാന്റ് കൊടുക്കാൻ. ഇനി കൗത്തിന് പിന്നെ ഒരു കോണം കെട്ടണോ, പിന്നെ സൂസും ഇടണോ. എന്തിനാ പത്തു ഇതൊക്കെ? ഇങ്ങോട്ട് വരി. നിങ്ങള് ദുബായി പോവാൻ പോവുക. നിങ്ങളെ ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞേ. ഇങ്ങോട്ട് തീരുമാനിക്കുക. പിന്നെ അല്ലാണ്ട് ഞാൻ സുക്കൂറിനോട് പറഞ്ഞിട്ട് കബീറിനെ കൊണ്ട് ഒരു വിസ ശരിയാക്കിപ്പിച്ചിക്കണ്. പഠിച്ച റബ്ബേ, എന്തിനാണ് പാത്തോ ദുബായിലൊക്കെ പോണത്? ഞമ്മക്ക് ഇവിടെ സ്വർഗം ഇവിടെ എന്താ കുറവുള്ളത്? ഇതാണോ സ്വർഗം? ഇതാണോ സ്വർഗം? നിങ്ങൾ സ്വർഗം കണ്ടില്ല? നിങ്ങൾ ആ സൈനുവിന്റെ പൊരൊന്ന് പോയി കണ്ടുക്കോ. ഏത് സൈനു? ഞമ്മളെ തെക്കേക്കാട്ടിലെ സൈനു. അന്റെ കൂടെ പഠിച്ചോളോ? ആ മൂക്കട്ട് ഒളിപ്പിച്ച് സഡ്ഡി കൊടുക്കാണ്ട് സ്കൂളിൽ വരുന്ന ഓളില്ലേ, ഓളെ പോരെ എന്നെ. ഓഞ്ചറബേ, അന്ന് പൊരക്കൂടലിന് പോയിട്ട് എന്റെ തലട്ടം തിരിഞ്ഞുപോയി. 10-18 കൊല്ലായി ഓളെ കെട്ടിയോ മെഹബൂബില്ലേ, ഓൻ ഗൾഫിൽ നിന്ന് അധ്വാനിച്ച മുഴുവൻ അപ്പോരേലുണ്ട്. ചെറബേ, ഞാനായിട്ട് പോയപ്പോണ്ടല്ലോ നന്ദിലത്ത് ജീമാട്ട് ചെന്ന പോലെ ആയിപ്പോയി. അതാണ് സ്വർഗം, അല്ലാണ്ട് ഇതല്ല. പിന്നുണ്ടല്ലോ എന്റെ മൂസക്കായെ, ഓളെ കെട്ടിയോ മെഹബൂബില്ലേ, ഓനൊരു വല്ലാത്ത മണവും പിടിച്ചോ? അതല്ലേ, ഓൻ ഇഞ്ച മുന്നിൽ കൂടെ ആട്ടും ഇങ്ങോട്ടും പോകുമ്പോ ചെറബേ ദുബായിൽ അത്തറിന്റെ ഒരു മണോ. ഓക്കൊക്കെ എന്തൊരു ഭാഗ്യ. ഓന്റെ ഒപ്പരം കിടന്നുറങ്ങുമ്പോ പൂന്തോട്ടത്ത് കിടന്നുറങ്ങിയുടെ മാതിരി ഉണ്ടാവും. അനക്കിപ്പോ ഇവിടെ എന്താ ഒരു കുറവ്? അല്ലോ, ഇവിടെ എന്തേത്താ മീൻചാപ്പ കിടന്നുറങ്ങണ മാതിരി ഉണ്ടാവും. ഉണക്ക മത്തീന്റെ ചീഞ്ഞ മത്തീന്റെ നാറ്റോ. എടി, ഈ മത്തിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. എന്തേട്ടാ പറഞ്ഞാല് മത്തി നിങ്ങൾ അമ്മോന്റെ മോളങ്ങാനാ? മത്തി നമ്മള് ദേശീയ മീനാണ്. അത് നിങ്ങൾ ഐക്കൂറയും ആഗോലിയും ഒന്നും കൂട്ടാത്തൻ കൊണ്ട് തോന്നതാണ്. അതൊക്കെ ഒന്ന് കൂട്ടി നോക്കി അന്നപ്പോ നിങ്ങൾ തിരിച്ചു പറയൂ. നമ്മളൊരു അവസ്ഥ. ഈ മീൻകാരന്റെ ഒപ്പരം ജീവിതാവസാനം മുഴുവൻ ഈ മീനാറ്റവും മണത്ത് കിടക്കേണ്ടി വരുമല്ലോ. പിന്നെ എന്തിനാണ്ട് ഈ മീൻകാരൻ പെണ്ണാണ് വന്നപ്പോ ഈ ഓന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് ഗൾഫാരനെ കെട്ടിക്കൂടേനോ? അത് പിന്നെ എനിക്ക് അന്ന് മീനിന് നല്ല ഇഷ്ടായിരുന്നു. ഞാനും സുക്കൂറും കൂടി അയലത്താൾക്ക് തല്ലുവിടുമ്പോ ഉമ്മച്ചി പറയൂ, എന്നെ നമ്മളൊരു മീൻകാരന് കെട്ടിച്ചു കൊടുക്കുന്നു. പിന്നെ നിങ്ങൾ ആലോചന വന്നപ്പോ ഉപ്പച്ചി പറഞ്ഞ് കള്ളും കുടിക്കൂല, സിഗരറ്റും വലിക്കൂല, നല്ല സ്വഭാവമൊക്കെ ആണെന്ന്. പിന്നെ ഞാനും ആലോചിച്ചപ്പോ വിചാരിച്ച് നല്ലോണം മീൻ കിട്ടൂല, ഇഷ്ടം പോലെ മീൻ തിന്നാലോന്ന്. അന്നത്തെ കൊതിയോണ്ട് കെട്ടിപ്പോയല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ മീൻകാരനെ കൂടെ ജീവിച്ചാ മതി. ഈ ജന്മത്തിൽ, അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും ദുബായിക്കാരനെ കെട്ടിക്കോ. മൂസക്കായി, ഞമ്മക്ക് ഗൾഫ് പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയിട്ട് 2 നിലയുള്ള ഒരു വീട്, പിന്നെ റസിയക്ക് കൊറേ പൊന്ന് അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാ. ആർത്തിയാണ് പത്തു എനിക്ക് ആർത്തി. 2 നിലയുള്ള വീടും കുറച്ച് പൊന്നും ആയി കഴിഞ്ഞ ഒക്കെ ആയി. എടി, ഈ വളർന്നു വന്ന വീട് അതാന്ന് എനിക്കറിയോ? ഒരു സോപ്പും പെട്ടി പോലത്തെ വീട്ടിൽ നിന്നല്ലാണ് ഞാൻ കെട്ടിക്കൊണ്ടത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നക്കിൽക്കാരാണ് കുറ്റം പറഞ്ഞോള്. ഈ സോപ്പും പെട്ടി പോലത്തെ വീട്ടിലല്ലേ നിങ്ങൾ പെണ്ണാണ് വന്നേ? അന്ന് നിങ്ങൾ കട്ടിയില്ലേ സോപ്പും പെട്ടി പോലത്തെ പോരാണെന്നൊക്കെ? എല്ലാത്തിനും ഇഞ്ച പെറുക്കാറ്, ഇഞ്ച വീടിനെ ഒരു കുറ്റം പറിച്ചില്. എന്നാ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്തുവിടാനോ? ഏതെങ്കിലും മാളിക മുകളിലുള്ള ഒരു പെണ്ണിനെ കൂടെ കുട്ടി കൊണ്ടുവന്നാ പോരാനോ? അല്ല പിന്നെ അല്ല, അങ്ങനെ ഒരു പെണ്ണിനെ കെട്ടിയാല് ഓക്ക് പണ്ട് മൊഞ്ചുണ്ടാവുകയോ? കാര്യായിട്ട് എന്റെ സ്വഭാവം കിട്ടിയ നോക്ക്. ഈ സുന്ദരിയണ്ട്, ഈ കൂറിയല്ലേ മൂസക്കായേ, നിങ്ങളൊന്ന് സമ്മതിക്ക്. എന്ത് ഗൾഫ് പോകാൻ? പിന്നെയും ഗൾഫ്
എന്തിനാണ് പാത്തു സത്യം പറയാലോ, എനിക്ക് പേടിയാണ്. എന്തിനാ ഞങ്ങൾ പേടിക്കണേ? എനിക്ക് ഗൾഫ് പോകാൻ പേടിയാണ്. ഗൾഫിലേക്ക് എന്തെങ്കിലും KSRTC ബസ്സോ തീവണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ പോയിക്കോളാം, അല്ലാണ്ട് വിമാനത്തിൽ നമ്മൾ കയറൂല, ഞമ്മക്ക് പേടിയാ. ഓഞ്ച മൂസക്കായി ഒരു കുഴപ്പമില്ല. വിമാനത്തിൽ അങ്ങോട്ട് കേറി കുത്തിരിക്കുക, ബിസ്മില്ലാഹു റഹ്മാനു റഹീം നാട്ടി ചെല്ലുക. പിന്നെ ആടെ ഇറങ്ങുമ്പോ ആണെങ്കിൽ ഒരു ധൈര്യത്തിന് നിങ്ങൾ ചെല്ലിക്കോളി, പിന്നെ ഒരു പ്രശ്നമില്ല, ആടെ എത്തൂ. അതല്ല പാത്തു, നമ്മളെ കൊണ്ടോട്ടിയുള്ള ജാബർ പോയിട്ട് എന്നോട് വന്ന് കഥ പറഞ്ഞിനി. മൂസേ വിമാനത്തിൽ കയറിയാല് അതങ്ങോട്ട് എടുക്കുമ്പോഴും പിന്നെ അതാണ്ട് ഇറങ്ങുമ്പോഴും മോനെ വയറ്റിന്റെ അകത്ത് ഒരു കളലാണ്. അത് കേട്ട പിന്നെ ആരാണ് പാത്തോ ഇതിന്റെ അകത്ത് കേറുക? അത് മാത്രല്ല, നമ്മളെ സുക്കൂറിന്റെ ഭാര്യയല്ലേ, സുക്കൂറിന്റെ ഭാര്യ ഗൾഫിൽ പോയിട്ട് 24 കൊല്ലം ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലല്ലോ. എന്താ ഓള് വരാഞ്ഞി? പേടിച്ചിട്ട് അങ്ങോട്ട് പോയത് വിമാനത്തിൽ നിന്ന് ഇവിടെ മുതൽ അവിടെ വരെ കരച്ചിലേനി പോലെ ഓള്. പിന്നെ ഓള് വിമാനത്തിൽ കയറൂല, ഇനി എന്തെങ്കിലും കാലത്ത് കൊണ്ടോട്ടിയിലേക്ക് തീവണ്ടിയോ KSRTC ഉണ്ടെങ്കിലേ ഞാൻ തിരിച്ചു വരുള്ളൂ എന്ന് അവള് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യമുണ്ട് പാത്തുവോ, ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ ഇവിടുന്ന് കൊണ്ടോട്ടിയിലേക്ക് ഒരു KSRTCക്ക് പോവുക, പെട്ടെന്ന് KSRTC കേടായി, എന്താ കാട്ടുക? ഞമ്മള് വണ്ടി ഒരു സൈഡിലേക്ക് ഒതുക്കിയിട്ട് വർക്ക്ഷോപ്പുകാരനെ വിളിച്ച് വിളിക്കൂലേ? ആ, തീവണ്ടി കേടായാലും അങ്ങനെ തന്നെ ആരെയും വിളിച്ച് നന്നാക്കുക. ഈ വിമാനം ഇങ്ങനെ ആകാശത്ത് കൂടെ പോകുമ്പോ അത് കേടായി വിചാരിക്കുക, ഇതെന്നാ നന്നാക്കുക? അല്ലേ, അത് ഏടുന്നാ നന്നാക്കുക? അതന്നെ ഞാനും ചോദിക്കണേ. ആകാശത്ത് വർക്ക്ഷോപ്പ് ഒന്നുമില്ല, അത് കേടായ നേരെ ഒരു വരവാ തായോട്ട്. അതൊരു ലക്കും ലഗാനില്ലാത്തൊരു വരവേക്കും പാത്തു. എന്നിട്ട് അത് വീണത് അറബിക്കടലിലോ അല്ലെങ്കിൽ ഏതോ കാട്ടിലോ. മയ്യത്ത് വരെ കിട്ടൂല എനിക്ക്. എന്തേത്തിനാണേ മയ്യത്ത്? വിമാനത്തിന്ന് വീണ് മയ്യത്തായാൽ എത്ര പൈസ കിട്ടും ഞങ്ങളെ വിചാരം? പഠിച്ച റബ്ബേ, അപ്പൊ ഞമ്മള് മയ്യത്തായിട്ട് ആ കിട്ടണ കായോണ്ട് വേറൊരു പിയാപ്പിളൻ ഉണ്ടാക്കി കഴിഞ്ഞു കൂടാനാണ് എന്റെ പൂതിയില്ലേ? അങ്ങനല്ല, നിങ്ങൾ മയ്യത്തായി സ്വർഗത്ത് നിങ്ങൾ നോക്കുമ്പോ ഞമ്മളും ഞമ്മളെ കുട്ടികളും സന്തോഷായിട്ടാ ജീവിക്കുന്നെങ്കിലും നിങ്ങൾക്ക് വിചാരിച്ചൂടെ? അത് മാത്രല്ല, വിമാനത്തിന്ന് വീണ് മരിച്ച മൂസന്റെ കെട്ടിയോളാന്നറിയുന്ന എനിക്ക് ഒരു അന്തസ്സല്ലേ. പിന്നെ ഈ KSRTCയിലോ തീവണ്ടിയിലോ ഒക്കെ വീണ് ആരെങ്കിലും ചത്താൽ ഒരു വിലയും ഉണ്ടാവില്ല, എന്തോ നക്കാപ്പിച്ച പൈസ ഇട്ടു. അതുകൊണ്ട് എന്ത് കാര്യം? മൂസക്ക ഞങ്ങളൊന്ന് സമ്മതിക്കേ. ഞാൻ ഇപ്പൊ പോയാലേ അന്യ മക്കളെയൊക്കെ കാണാണ്ട് ഞാൻ എങ്ങനെയുണ്ട് അവിടെ കയ്യ? താണ് മൂസക്കായി, ഞങ്ങൾക്ക് നിങ്ങൾ കാണണമെന്നൊന്നുമില്ല. 10-18 കൊല്ലായിട്ട് നമ്മൾ നിങ്ങൾ എന്നല്ലേ കാണുന്നത്? പോരാത്തേനിപ്പോ വാട്സപ്പും ഗീഡ്സപ്പും ഒക്കെ ഉണ്ട് റിസ്വാന്റെ മൊബൈല്, അതിൽ കൂടെ കണ്ടു വർത്താൻ പറഞ്ഞാ മതി. അതിൽ കൂടെ കാണാൻ എന്നെ പറ്റുള്ളൂ, എനിക്ക് എന്നൊന്നും തൊടാനൊന്നും പറ്റൂല്ലോ. എന്തിനാണ് നിങ്ങൾ തൊടിണത്? ഇത്രയും കാലങ്ങൾ എന്നെ തന്നെ അല്ലേ തൊട്ടത്? അല്ല പാത്തോ, ആടെ എന്താ എനിക്ക് പണി? ആടാ നിങ്ങളൊരു സൂപ്പർ വെയിറ്റാ. സൂപ്പർ വെയിറ്റോ? ആ അതെന്നെ. ആടെങ്ങനെ ആരെങ്കിലും സാധനങ്ങൾ കക്കണുണ്ടോന്നൊക്കെ നോക്കുന്ന ഒരാള്, അത് സൂപ്പർവൈസറാണ്. അതാണ്. ആ അതെന്നെ അതെന്നെ, അങ്ങനെ അവൻ പറഞ്ഞേ, മാറിപ്പോയതാ. മൂസക്ക ഞങ്ങളൊന്ന് സമ്മതിക്കേ. ഇനിയിപ്പൊ എനിക്ക് അത്ര നിർബന്ധാണെങ്കിലേ ഞാൻ പോവാ. ആ എന്നാ ഞമ്മളീ സുക്കൂറിനെ വിളിച്ചു തരാം, ഓനോട് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കി. വിളിക്ക്. ആ പഠിച്ചോനെ. ഹലോ സുക്കൂറേ, അന്റെ അടുത്ത് കബീർ ഉണ്ടോ? ആ ഓന്റെ ഒന്ന് കൊടുക്ക്, ഞാൻ മൂസക്കായിന്റെ കൊടുക്കാം. കബീർ. അസ്സലാമു അലൈക്കും. ആ കബീറേ, നമ്മളെ ഉസ്മാന്റെ മോനല്ലേ? പറയും മോനെ. ഞാനേ എനിക്കൊരു താല്പര്യം ഒന്നും ഇല്ല, അപ്പൊ വെളുത് പാത്തും ഇങ്ങനെ നിർബന്ധിച്ചിട്ട് അവസാനം ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താണ്. 40,000 ഉറുപ്പ്യ അല്ലേ? ആണോ? അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടോ അവിടെ? അത് ശരി, കേൾക്കുമ്പോ തന്നെ രോമാഞ്ചടോ. ഇതൊക്കെ ആദ്യം പറയണ്ടെന്നാല് ഞാൻ വരാ. ഈ ഒരു പണി ചെയ്തോ, ഞാൻ വിസ പെട്ടെന്ന് ആയിക്കോട്ടെ, 2-3 ദിവസം കൊണ്ട് വിസ കൊണ്ട് വിട്ടോ, ഞാൻ പോരാ. ഇത് എത്ര കാലം ഇതാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ശരി, വെച്ചോ. ഞാൻ പെട്ടെന്ന് പോവുക ദുബായിക്ക്. എന്താന്നറിയില്ല, എന്തോ ഒരു ലഹരി ഇങ്ങനെ കബീറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ. അല്ല അത് ഞാൻ പോയിട്ട് വന്നിട്ട് കഥ പറഞ്ഞാ പോരെ? നിങ്ങൾ ഇത്രയും നേരം പോവില്ല എന്നിട്ട് ഇപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് എന്തേ തോൻ പറഞ്ഞ എനിക്ക് അറിയണോ? എന്താ പത്തോ ഒമ്പ അറിയാടേ, ഈ ദുബായില് ഹൂരികളെ നാടാൻ പോലെ. ദുബായ് നല്ല സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ, കാരൊക്കെ ഇങ്ങനെ തിന്നിട്ട് കവളൊക്കെ ഇങ്ങനെ തുടുത്തിട്ട് കവിളിനൊക്കെ തൊട്ടിയ കവളൊക്കെ ഇങ്ങനെ വിറച്ചു കളിക്കും പോലെ അമ്മരി പെണ്ണുങ്ങളെ കാണാന്ന്. ഹൂറിയൽ നിങ്ങൾ നേരത്തെ എന്നോട് പറയില്ലേ നമ്മളൊരു ഹൂറിയാണെന്ന്? എന്ത് ഹൂറി? ഈ കാരൊക്കെ തിന്നാത്ത ഹൂറിയല്ലേ? ഇതല്ലത്, ഇത് ഭയങ്കര സൗന്ദര്യമുള്ള പെണ്ണുങ്ങളാൻ പോലെ അവിടെ. അതുമല്ല, അവിടെ ഡാൻസ് ബാർ ഉണ്ട് പോലെ.
എന്തേട്ടാ ഡാൻസ് ബാർ എന്ന് പറഞ്ഞാല്? ഡാൻസ് ബാർ എന്ന് പറഞ്ഞാല് ഒരു ഹാളിന്റെ അകത്ത് മങ്ങിയ വെളിച്ചത്തിലാ. മങ്ങിയ വെളിച്ചത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് ഡാൻസ്. പെണ്ണുങ്ങൾക്ക് വലിയ ഒരുപാട് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെയാ പറയുന്നത്. ഡാൻസ് ഓരോ കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുക. നമുക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ മുങ്ങാക്കോഴി ഇട്ടിട്ട് അപ്പുറത്തെ ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ പൊന്താൻ പോലെ. അപ്പൊ ഞാൻ എന്തായാലും പോവുക. നിങ്ങൾ പോണ്ട. അങ്ങനാണെങ്കിൽ എന്താണ് പോണ്ട, അത്ര തന്നെ. അപ്പൊ ഇയ്യല്ല എന്നെ പോവാൻ അത്ര നേരം നിർബന്ധിച്ചേ? ഞമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പൊ പോണ്ട. നിങ്ങൾ ഇല്ലാണ്ട് ഞമ്മൾ എങ്ങനെ ഇവിടെ നിക്കൂ? അപ്പൊ അങ്ങനെയായോ? പിന്നല്ലാണ്ട് എനിക്ക് പോയാ പറ്റൂല. എന്താ? ഞമ്മക്ക് നിങ്ങളെ കാണണമെന്ന് തോന്നിയാലോ? അപ്പൊ ഇയ്യല്ലേ പറഞ്ഞ അതിന് വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട് എന്നൊക്കെ. വാട്സപ്പും ഫീഡ്സപ്പും ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യോ? അത് നേരിട്ട് പറയണോന്നാവോ? നിങ്ങളൊന്ന് തൊട്ടും പിടിച്ചൊക്കെ വർത്താനൊക്കെ പറയണെങ്കിലോ? ഞമ്മൾ ഇവിടെ കുട്ടികളും ഞാനും ഒറ്റക്ക് ഇവിടെ എങ്ങനെ നിക്കൂ? ഒരാണും തുണയില്ലാണ്ട്. അങ്ങനെയായി. എനിക്ക് സ്വർഗൊന്നും വേണ്ട. എന്തേത്തും മൂസക്കായ ഗൾഫിലൊക്കെ പോയിട്ട് നിങ്ങൾ അധ്വാനിച്ച് ഉണ്ടാക്കണ പൈസ എന്തിനാ? ഞമ്മള് നാട്ടിൽ നിന്ന് നിങ്ങളൊപ്പം നിന്ന് മീനും വിറ്റ് കിട്ടണ 5 ഉറുപ്പ്യാണെങ്കിൽ അത് മതി ഞമ്മക്ക്. അതല്ല ഞമ്മളെ സ്വർഗം. എനിക്ക് 2 നില വീട് വേണോ? മാണ്ട. കൈത്തുന്നറിയ പൊന്നു വേണോ? എന്തിനി? ആരെ കാണിക്കാനി? അപ്പൊ ഏതാ ഞമ്മളെ സ്വർഗോ? ഇത് അതോ ഖത്തറിൽ നിന്നും കത്തൊന്ന് വന്ന് കത്ത് കിട്ടി പത്തുമ്മ തരിച്ചങ്ങ് നിന്ന് നീച്ചങ്ങ് നിന്ന് എത്തറിയാത്തൊരു പെണ്ണ്. നാട്ടുകാർ മുഴുവൻ നോക്കുന്നു. നിങ്ങൾ ഇങ്ങോട്ട് വരി, അതൊക്കെ പോവുക. വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം